നമസ്കാരം. നമുക്കറിയാം പലതരത്തിലുള്ള വാതരോഗങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് സന്ധികളിൽ വേദന വരുന്നത്. അപ്പോൾ വേറെ ഓർഗൻസിനെ ഇത് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നത് ആ സിംറ്റം വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, നെഞ്ചിന് വേദന വരുമ്പോൾ നമുക്കറിയാം അത് ഹാർട്ടിനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചുമ വരുമ്പോൾ നമുക്കറിയാം അത് ലങ്സിനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, കണ്ണിന് ചുമപ്പ് വരുമ്പോഴോ കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ നമുക്കറിയാം അത് കണ്ണിനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സിംറ്റം ഇല്ലാതെ ഒരു പ്രശ്നമുണ്ടാകുന്ന, അല്ലെങ്കിൽ സിംറ്റംസ് വളരെ സട്ടിലായിട്ട് വരുന്ന ഒരു ഓർഗനാണ് കിഡ്നി. കിഡ്നിയെ ഇത് ബാധിക്കുമ്പോൾ പലപ്പോഴും ആർത്രൈറ്റിസോ പല രോഗങ്ങളും കിഡ്നിയെ ബാധിക്കുമ്പോൾ നമ്മൾ അറിയില്ല. പലപ്പോഴും കിഡ്നിയിൽ അത്രയും റിസർവുണ്ട്, നമുക്ക് വേണ്ടതിനേക്കാളും പല ഇരട്ടി റിസർവ് കിഡ്നിയിൽ നെഫ്രോൺസ് ഉണ്ട്. അപ്പോൾ അതൊരു 90% ഡാമേജ് ആകുമ്പോഴേ പലപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ, നമുക്ക് ക്രിയാറ്റിനിൻ കൂടി തുടങ്ങുകയും വേറെ പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ കിഡ്നി രോഗങ്ങൾ അല്ലെങ്കിൽ അത് ഈ ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കിഡ്നിയെ ബാധിക്കുന്നത് എന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മുടെ മൂത്രം ഒഴിക്കുമ്പോൾ പതയുണ്ടാകുക, ഫോമിയോ എന്ന് പറയും. അപ്പോൾ മൂത്രത്തിൽ പതയുണ്ടാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മൾ കണ്ടമാനം വെള്ളം കുടിച്ചിട്ടില്ല, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മൂത്രം ഒഴിക്കുന്നു, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ മൂത്രം ഒഴിച്ച ടോയ്ലറ്റിൽ അതിൽ കുറച്ച് സോപ്പിൻ്റെ അംശമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ കുമിളകൾ വരാം. അത് ഒരു ടെമ്പററി ഫിനോമിനായിട്ട് വരാം. പക്ഷേ എപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ കണ്ടമാനം പത വരുന്നു, അല്ലെങ്കിൽ ഫ്രോത്തിനെസ് ഓഫ് യൂറിൻ വരുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് സൂക്ഷിക്കണം. കാരണം അത് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്ന ആദ്യ ലക്ഷണമായിരിക്കാം. ആ മൂത്രത്തിൽ പ്രോട്ടീൻ കൂടുന്ന എപ്പോഴാണ്? പലപ്പോഴും കിഡ്നിക്ക് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് വരുമ്പോഴാണ്. അത് ഈ അസുഖം കൊണ്ട് തന്നെ ഡാമേജ് വന്നതാകാം, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് വരാം, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് വരാം, അങ്ങനെ പല അസുഖങ്ങൾ കൊണ്ടും കിഡ്നിയിൽ ബാധിപ്പ് വരാം. അപ്പോൾ കിഡ്നിയിൽ ബാധിപ്പ് വരുമ്പോൾ നമുക്ക് പ്രോട്ടീനൂറിയ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഇങ്ങനെ മൂത്രത്തിൽ പതയുണ്ട്, അതോടൊപ്പം തന്നെ കാലിൽ നീരുണ്ട്, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നുണ്ട്, ഉള്ളിൽ പോകുന്ന മൂത്രത്തിൽ പതയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സൂക്ഷിക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ യൂറിൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ സാധിക്കും. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിനിൽ പ്രോട്ടീൻ്റെ അംശമുണ്ടോ, ആൽബുമിൻ ++ എന്ന് എഴുതും. അങ്ങനെ ഉണ്ടെങ്കിൽ 24 മണിക്കൂർ യൂറിൻ കളക്ട് ചെയ്തിട്ട് അതിൽ എത്രമാത്രം പ്രോട്ടീൻ പോകുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അതിൽ എന്തുകൊണ്ടാണ് പ്രോട്ടീൻ പോകുന്നുണ്ടോ ഇല്ലെന്ന് ആദ്യം തന്നെ റുട്ടീൻ യൂറിനിൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ ആ റുട്ടീൻ യൂറിൻ ചെയ്തിട്ട് അങ്ങനെ അതിൽ ആൽബുമിൻ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടറെ കാണണം. അപ്പോൾ ഒരു ആർത്രൈറ്റിസ് പേഷ്യൻ്റ്, എസ്പെഷ്യലി SLEO, സ്ക്ലിയോഡർമ, അങ്ങനെയുള്ള അസുഖങ്ങളുള്ള വാസ്കുലൈറ്റിസ് തുടങ്ങിയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള പേഷ്യൻസിന് മൂത്രത്തിൽ പത വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറോട് പറയണം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്കും വരാം കിഡ്നി ഇൻവോൾവ്മെൻറ്റ്, പക്ഷേ കുറച്ചുകൂടി റെയറാണ്. അപ്പം നിങ്ങൾ ഡോക്ടറോട് കൃത്യമായിട്ട് പറയണം, ഡോക്ടറെ എനിക്കിങ്ങനെ പത വന്നിട്ടുണ്ട്, പത വരുന്നുണ്ട്, കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഡോക്ടർ അതിന് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കും. പക്ഷേ നിങ്ങളിത് ഇഗ്നോർ ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പലപ്പോഴും ആ പ്രോട്ടീനൂറിയ കൂടി വന്ന് ആദ്യം ചിലപ്പോൾ 500-600 വരുമ്പോൾ തന്നെ പത വന്നു തുടങ്ങും. ഒരു ദിവസം 500 മില്ലിഗ്രാം 600 മില്ലിഗ്രാം പോകുമ്പോൾ തന്നെ പത വന്നു തുടങ്ങും. പിന്നെ അത് കൂടി വന്ന് 2 ഗ്രാം 3 ഗ്രാമൊക്കെ പ്രോട്ടീൻ യൂറിനിൽ നഷ്ടപ്പെടും ഒരു ദിവസം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ കാലിൽ നീര് വരും. അത് കഴിഞ്ഞ് പതുക്കെ കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞ ക്രിയാറ്റിനിൻ ആദ്യം 1 1.5 ആയി, 2 ആയി, 2.5 ആയി, 3 ഒക്കെ ആകും. അപ്പോൾ ഈ പത വരുന്നുണ്ടെങ്കിൽ എപ്പോഴും യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആൽബുമിൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ്, അത് എന്തുകൊണ്ടാണ് കിഡ്നിയെ ഇൻവോൾവ് ചെയ്തത്, ഏത് ആർത്രൈറ്റിസ് കൊണ്ടാണോ, അതോ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ, ഓട്ടോ ഇമ്മ്യൂണിറ്റി കൊണ്ടാണോ കിഡ്നി ഇൻവോൾവ് ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് കിഡ്നി ഫംഗ്ഷൻ മോശമാകാതെ പിടിച്ചു നിർത്താനും സാധിക്കും.